നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. മോചനത്തിനായി 34 കോടി ദിയാധനം സമാഹരിച്ചു നൽകി മാസങ്ങൾക്ക് പിന്നിട്ടിട്ടും മോചനം നീളുന്നത് ആശങ്കയുളവാക്കുന്നു. കഴിഞ്ഞ ദിവസം വാദം കേട്ട കോടതി വിധി പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് തീയതി മാറ്റി. എന്നാൽ കേസിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് റഹീമിന്റെ മോചന ഉത്തരവ് നീളാൻ ഇടയാക്കിയത്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനയ്ക്ക് കോടതി തീരുമാനിക്കുകയായിരുന്നു. കൊലപാതകം സംബന്ധിച്ച കണ്ടെത്തലുകളിൽ കൂടുതൽ ചോദ്യങ്ങളും കോടതിയിൽ നിന്നുണ്ടായി. കേസിന്റെ തുടക്കത്തിൽ റഹീമിനെതിരെ ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 7 പ്രധാന കണ്ടെത്തലുകൾ തന്നെയാണ് ഇപ്പോഴും പ്രധാന തടസ്സം. കൊലപാതകം വ്യക്തമാക്കിയ കുറ്റസമ്മത മൊഴി, റഹീമിനെതിരെ കൂട്ടുപ്രതി നസീർ നൽകിയ മൊഴി, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴി, ഫോറൻസിക് പരിശോധന, മെഡിക്കൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ കോടതിയിലെത്തി. ഓൺലൈൻ ആയാണ് റഹീം ഹാജരായത്. മനഃപൂർവ്വം കൊലപാതകം നടത്തിയിട്ടില്ലെന്നും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും മരിച്ച ബാലനുമായി മുൻവൈരാഗ്യം ഇല്ലെന്നും റഹീം ബോധിപ്പിച്ചു. അംഗപരിമിതിയുള്ള ബാലൻ തുടരെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ സ്വാഭാവികമായി കൈകൊണ്ട് തടയുക മാത്രമാണ് ചെയ്തതെന്ന് റഹീം കോടതിയിൽ വ്യക്തമാക്കിയെങ്കിലും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകളിൽ കോടതി പരിശോധനയ്ക്ക് തീരുമാനിക്കുകയായിരുന്നു. റിയാദ് ക്രിമിനൽ കോടതിയാണ് മോചന ഉത്തരവിനുള്ള സിറ്റിംഗ് നടത്തിയത്. 8 മിനിറ്റോളം കോടതി കേസ് പരിഗണിച്ചു. ഇതിനുശേഷം 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി റിയാദിലെ നിയമസഹായ സമിതിയാണ് അറിയിച്ചത്. പ്രൈവറ്റ് റൈറ്റ് പ്രകാരം ദിയാധനം സ്വീകരിച്ച് കുടുംബം മാപ്പ് കൊടുത്ത് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും മോചനം യാഥാർത്ഥ്യമാകാൻ പബ്ലിക് റൈറ്റ് പ്രകാരം കൂടി വിടുതൽ കിട്ടണം. ഇനി പരിഗണിക്കുമ്പോൾ പബ്ലിക് റൈറ്റ് പ്രകാരം കൂടുതൽ കാലം തടവ് ശിക്ഷ വിധിക്കുകയോ മോചന ഉത്തരവ് പുറപ്പെടുവിക്കുകയോ ചെയ്യാനാണ് സാധ്യത. റഹീം സ്ഥിരം കുറ്റവാളിയല്ലെന്നതും മറ്റു കേസുകളിൽ പ്രതി അല്ലെന്നതും തുണയായേക്കും. 18 വർഷമായി തുടരുന്ന തടവ് പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള ശിക്ഷയായി പരിഗണിച്ച് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സിറ്റിംഗിൽ അന്തിമ ഉത്തരവ് വന്ന് റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകുമെന്നായിരുന്നു റിയാദിലെ റഹീം നിയമസഹായ സമിതിയും ലോകമെമ്പാടുമുള്ള മലയാളികളും പ്രതീക്ഷിച്ചിരുന്നത്. പബ്ലിക് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്ന് നടപടിക്രമങ്ങളെല്ലാം നേരത്തെ പൂർത്തിയാക്കി. ഇനി റിയാദ് ക്രിമിനൽ കോടതിയുടെ അന്തിമ ഉത്തരവ് മാത്രമാണ് പുറത്തുവരാനുള്ളത്. റഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അൽ അംബർ, എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കഞ്ചേരി, റഹീമിന്റെ കുടുംബ പ്രതിനിധി സിദ്ദിഖ് തുവ്വൂർ എന്നിവർ രാവിലെ കോടതിയിലെത്തിയിരുന്നു. രാവിലെ 8:30 മണിക്കാണ് കോടതി കേസ് പരിഗണിച്ചത്. ഇതിനുശേഷമായിരുന്നു സിറ്റിംഗ് നീട്ടിവെച്ചിട്ടുള്ള ഉത്തരവിറക്കിയത്. റഹീമിന്റെ മോചനത്തിനായി വേണ്ടിയിരുന്നത് 34 കോടി രൂപയായിരുന്നു. എന്നാൽ ലോക മലയാളികളെല്ലാം റഹീമിന്റെ ജീവൻ രക്ഷിക്കാനായി ഒന്നിച്ചപ്പോൾ ലഭിച്ചത് 47.87 കോടി രൂപയാണ്. റഹീം നിയമസഹായ സമിതി പുറത്തുവിട്ട കണക്കിൽ മോചനത്തിന് ആവശ്യമായ ദയാധനവും അഭിഭാഷകന്റെ ചെലവും അടക്കം 36.27 കോടി രൂപ ചെലവ് വന്നിട്ടുണ്ട്. 11.60 കോടി രൂപ ഇനി ബാക്കിയുണ്ട്. ബാക്കിയുള്ള തുക റഹീം തിരിച്ചെത്തിയ ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമെന്നും റഹീം നിയമസഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്.